പെരുന്നാൾ ചെടികളുടെ പാർട്ട് 3 ആണ് ഇത്. കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയ്ക്കകത്ത് ഒരു ബെഗോണിയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബെഗോണിയം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് ഒടിഞ്ഞു. അപ്പം അതിൻ്റെ ഒരു തണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പം ഹാങ്ങിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വലുതായിട്ട് വെയിറ്റുള്ള വസ്തുക്കളൊന്നും അതിനകത്ത് ഇടുന്നില്ല. കുറച്ച് പോട്ടി മിക്സറും അതുപോലെ തന്നെ പെർലൈറ്റും ചാണകപ്പൊടിയും കൊക്കോപ്പീറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് പ്ലാന്റ് ചെയ്യുന്നത്. ബെഗോണിയ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ബെഗോണിയം പെട്ടെന്ന് വേര് പിടിക്കും. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കെയർ ചെയ്യണം. എപ്പോഴും വെള്ളം ഒഴിക്കാനൊന്നും പറ്റില്ല. അപ്പം ഒരു 3 ദിവസം കൂടുമ്പോഴാണ് ബെഗോണിയത്തിനൊക്കെ വെള്ളം ഒഴിക്കേണ്ടതുള്ളൂ. നല്ല ഫ്ലവേഴ്സും കിട്ടും. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലക്കി ബാമ്പു ആണ്. എനിക്ക് ഈ ലക്കി ബാമ്പിനോട് ചെറുതിലേ തൊട്ടേ ഒരു ഇഷ്ടമുണ്ട്. പണ്ട് നമ്മൾ ഈ ലക്കി ബാമ്പുവിൻ്റെ ഒരു ചെറിയ മിനി വേർഷൻ നമ്മൾ കണ്ടിട്ടില്ലേ, അപ്പം അതുപോലെ ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ലക്കി ബാമ്പു. ഇഷ്ടം തോന്നി വാങ്ങിച്ചത്. പക്ഷേ ഇതിനകത്ത് 3 വേരിയൻ്റ് ആണ് കേട്ടോ ഒരു പോട്ടിനകത്തുള്ളത്. അപ്പോൾ ഇതകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് നമ്മളൊരു പോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇൻഡോർ പോട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിനകത്തേക്ക് ഇതുപോലെ തന്നെ അടിയിൽ നമ്മൾ കുറച്ച് കരിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കമ്പോസ്റ്റായി പൊയ്ക്കോളും. പിന്നെ നമ്മൾ പോട്ടി മിക്സും അതുപോലെ തന്നെ പെർലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് അതേപോലത്തെ കെയർ കൊടുക്കേണ്ട അത്ര പ്രശ്നമില്ലാത്ത പ്ലാന്റാണ്. നമ്മുടെ പൂഴി തന്നെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് വളരുന്നതാണ്. ഞാൻ പിന്നെ ഇൻഡോറായിട്ട് വെക്കാൻ പോകുന്ന പ്ലാന്റ് ആയതുകൊണ്ടിട്ട് കുറച്ച് കെയർ ചെയ്ത് പെർലൈറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു തൈയും നിൽപ്പുണ്ട്. പക്ഷേ ആ തൈക്കൊന്നും ഒരു പ്രശ്നവും സംഭവിക്കാതെയാണ് നമ്മൾ ഇതിനെ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. പെർലൈറ്റും ചകിരിച്ചോറും അതുപോലെ നമ്മുടെ കൊക്കോപ്പീറ്റും ചാണകപ്പൊടിയൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനകത്തും ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഉള്ളിലേക്ക് വെക്കാനുള്ളതായത് കൊണ്ടിട്ട് നമ്മൾ പോട്ടിനകത്താക്കിയിട്ടുണ്ട്. ഇൻഡോർ പോട്ടിനകത്താക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ ഡ്രസ്സിങ് റൂമിൻ്റെ സൈഡിലായിട്ടാണ് വെച്ച് കൊടുത്തത്. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ അതൊരു ഫ്രഷ്നെസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തൈ അതുപോലെ തന്നെ കിളുത്ത് വന്നിട്ടുണ്ട്. ഉള്ളിൽ വെള്ളമൊന്നും തെറിക്കാതിരിക്കാൻ നമ്മൾ കുറച്ച് ക്ലേ ബൗൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.